പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി സംസ്ഥാന സർക്കാർ പൂർണ്ണമായി വിട്ടുതന്നിരിക്കുകയാണ്. മന്ത്രി റിയാസിനെ ഔദ്യോഗികമായിട്ട് ക്ഷണിക്കാത്തതിന്റെ പേരിലാണ് നടപടി. മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്നത്. എന്താണ് താങ്കൾ അതേക്കുറിച്ച്? അപ്പൊ റിയാസിന് മാത്രമേ പരാതിയുള്ളൂ, ബാക്കി മന്ത്രിമാർക്കൊന്നും പരാതിയില്ലേ? മുഖ്യമന്ത്രി അല്ല, റിയാസിന് മാത്രമായിട്ട് എന്താണ് പരാതി എന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടായിരിക്കും ഇനി മുഖ്യമന്ത്രി മാറി നിൽക്കുന്നതെന്നും അറിയില്ല. അപ്പൊ മരുമകനെ വിളിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി വരില്ല എന്നാണ് അല്ലേ എല്ലാ സ്ഥലത്തും. ഇത് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കണ നല്ലതാ. അതെ, അത് നേതൃത്വമാണ് അതിന് മറുപടി പറയേണ്ടത്. എന്തുകൊണ്ടാണ് അവരെ വിളിക്കാൻ, അതിന് വിളിച്ചിട്ട് ഇല്ല എന്ന് പറയുന്നതാണോ? അങ്ങനെ ഒരു മര്യാദ ഇല്ലാത്ത പാർട്ടി അല്ല BJP. പൊതുവെ വിളിക്കാറുണ്ട്, പക്ഷെ ഇന്ന് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഒരു കുടുംബാധിപത്യം താങ്കളുടെ ഭാഗത്തുണ്ടാവും. പ്രത്യേകിച്ച് കെ കരുണാകരന്റെ മകളാണ്, കെ മുരളീധരൻ രാഷ്ട്രീയത്തിലുണ്ട്, താങ്കൾ രാഷ്ട്രീയത്തിൽ. അപ്പൊ ഒരു കുടുംബാധിപത്യം അങ്ങനെ പറയുന്നത് ശരിയാണോ? സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി വന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അല്ല, ഞങ്ങളൊക്കെ ഞങ്ങൾ രണ്ടും പാർട്ടിയാണ്. പണ്ട് പറഞ്ഞൊക്കെ ഞാൻ കുറെ കേട്ടു. അപ്പൊ അതിലിപ്പോ യാതൊരു കാര്യമില്ല. ഞാൻ വേറെ പാർട്ടിയാണ്, ഞാൻ വേറൊരു വ്യക്തിയാണ്. എന്റെ സഹോദരൻ കോൺഗ്രസിലാണ്. അതിൽ കുടുംബാധിപത്യമേ വരുന്നില്ല. അല്ല, ഇതിന് മുഖ്യമന്ത്രിയുടെ മരുമകനായോണ്ട് മരുമകന് വരണ്ടായിട്ട് ചോദിച്ചു, അങ്ങനെ പറഞ്ഞോണ്ടാണ് ചോദിച്ചത്. അല്ല, അത് നമുക്കറിയാലോ, എത്രയോ കാലമായിട്ട് ഈ മരുമകന് വേണ്ടിയിട്ട് പലരും വെട്ടിയല്ലേ മുഖ്യമന്ത്രി മുമ്പോട്ട് പോണത്. അതിൽ പല അതൃപ്തിയുള്ള ആൾക്കാരും ഉണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഈ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പദ്ധതി ഉദ്ഘാടനം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മാറ്റി നിർത്തുന്നതാണ് പരാതി അവർ പറയുന്നത്. ഈ സമയത്ത് ഒരു റോഡ് ഷോ നടക്കുകയാണ് കോഴിക്കോട് ദേശീയപാതയിലൂടെ മുഹമ്മദ് റിയാസിന്റെ. അല്ല, അതും ഇതുമായിട്ട് എന്താ ബന്ധം? ഇദ്ദേഹം വരുന്നത് ഇപ്പൊ സത്യം പറഞ്ഞാല് ഇതിൽ വരുന്നത് NDAയുടെ ഒരു ഇലക്ഷൻ ഇതിന് വേണ്ടിയിട്ടാണ്. അതില് ഇദ്ദേഹത്തിനെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിന് സംസ്ഥാന മന്ത്രിയെ വിളിക്കാത്തത് ഔചിത്യമാണോ? അതെന്താണെന്ന് എനിക്കറിയില്ല. അത് വിളിച്ചിട്ടുണ്ടോ അതോ ഇനി വിളിച്ചില്ല എന്ന് പറയുന്നതാണോ? കാരണം ഞാൻ പറഞ്ഞല്ലോ, BJP അങ്ങനെ ചെയ്യുന്ന ഒരു പാർട്ടിയല്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അങ്ങനെ വിളിക്കാതിരുന്നിട്ടുണ്ടോ, ഇനി കിട്ടാത്തതാണോ? ഇവരൊക്കെ കിട്ടാൻ വലിയ പാടാണല്ലോ. ഈ ദേശീയപാത വികസനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പങ്കില്ലേ? അവരുടെ ഒരു ഇച്ഛാശക്തി കൂടി ഇല്ലേ ഇവിടെ കേരളത്തിൽ വിജയിക്കാൻ വേണ്ടി? പക്ഷെ ഇവിടെ കൊടുക്കുന്ന ഒരു പദ്ധതിയിലും അവരത് നടപ്പാക്കണില്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന എല്ലാം പൂഴ്ത്തി വെച്ചിട്ട് ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം മുന്നോട്ട് പറയാ. അതിലിപ്പോ എന്താ ഉള്ളത്? വികസനം എന്ന് പറയണ എന്താ ഉള്ളത്? ഇപ്പൊ ഞാൻ മത്സരിച്ചിരുന്ന തൃശ്ശൂര്, ഒരു ദിവസം നിങ്ങളെല്ലാവരും കൂടി ഒന്ന് അങ്ങോട്ട് വരണം. എന്താണ് അവിടെ വികസനം നടന്നത്? ഒരേമാതിരി ഞാൻ കുട്ടിക്കാലത്ത് കണ്ട അതേ തൃശ്ശൂരാണ്. ഒരു കെട്ടിടത്തിന്റെ പെയിന്റ് പോലും മാറ്റിയിട്ടില്ല. ദേശീയപാതയിൽ വികസനമില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ റോഡുകളൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. കേന്ദ്രത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഉണ്ട്. ബാക്കി എല്ലാം ഗവൺമെന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ സഹായം ഉണ്ട്, പക്ഷെ അതൊരു പുറത്തു പറയില്ല. സാധ്യതാ പട്ടികകളൊക്കെ ആയിട്ടുണ്ട്. കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കണമെന്നാണ് പറയുന്നത്. എന്താണ് പറയാനുള്ളത്? ഞാൻ ജ്യോത്സ്യനല്ലല്ലോ, എന്താ സംഭവിക്കാൻ പറയാം. അതൊന്നും എനിക്കറിയില്ല. BJP വളരെ ശക്തമാണ് വട്ടിയൂർക്കാവില്. ജയിക്കുക ഇപ്പൊ നമ്മളെല്ലാവരും നിൽക്കുന്നുണ്ട്. എന്തുറപ്പിലാ നിൽക്കുന്നത്? നമ്മൾ ജനങ്ങൾ എന്താണ് തീരുമാനിക്കണമെന്നുള്ള അവർക്ക് വിട്ടുകൊടുക്കല്ലേ. നമ്മൾ നേരത്തെ കയറി പറയേണ്ട ആവശ്യമില്ല. ഈ നിൽക്കുന്ന എന്നോട് മത്സരിക്കാൻ പറഞ്ഞാൽ എന്റെ ഉത്തരവ് തന്നെയായിരിക്കും. വട്ടിയൂർക്കാവിൽ ഒന്ന് സഹോദരൻ മത്സരിക്കുന്ന കോൺഗ്രസിന് വേണ്ടി, പിന്നെ BJP മത്സരിക്കുന്നത്. ആര് ജയിക്കുന്ന ആഗ്രഹം? അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. ആഗ്രഹിച്ചൊന്നും നടന്നിട്ടുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ആഗ്രഹിക്കാന്ന് പറഞ്ഞു. തൃശ്ശൂരിൽ തന്നെ ആയിരിക്കുമോ? അറിയില്ല. നിൽക്കുകയാണെങ്കിൽ ഞാൻ തൃശ്ശൂരാണ്, ഉറപ്പാണ്. എന്നോട് ഇതുവരെ പാർട്ടിയൊന്നും പറഞ്ഞിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.